അസറ്റ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോമാണ്. സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള മുഴുവൻ അസറ്റ്സിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ് അത് സർക്കാരിന്റെ പോർട്ടലിലുണ്ടാവും. മുഴുവൻ കാര്യങ്ങൾ, ഭൂമി, കെട്ടിടങ്ങൾ, പൈതൃക നിർമ്മിതികൾ, റോഡുകൾ, അണക്കെട്ടുകൾ, പാലങ്ങൾ, വാഹനങ്ങൾ, യന്ത്രസാമഗ്രികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ അസറ്റുകളുടെയും ഒരു രജിസ്റ്റർ ഉണ്ടാവും. 2, പ്ലാൻ സ്പേസ് 2 അതൊരു പ്രോജക്റ്റ് രജിസ്റ്ററാണ്. എല്ലാ വകുപ്പുകളും അനുമതി നൽകുന്ന എല്ലാ ക്യാപിറ്റൽ പ്രോജക്ട്സ്, മൂലധന ആദ്യത്തെ കാര്യം പ്ലാൻ സ്പേസ് 2.0 പ്ലാൻ സ്പേസ് പ്രോജക്റ്റ് രജിസ്റ്ററാണ്. പ്ലാൻ അതായത് എല്ലാ വകുപ്പുകളും അനുമതി നൽകുന്ന എല്ലാ മൂലധന പദ്ധതികൾ, അതായത് ക്യാപിറ്റൽ പ്രോജക്ട്സ്, അതെല്ലാം ജിയോ ടാഗ് ചെയ്യും. അതിന് ഒരു GIS അധിഷ്ഠിത പ്രോജക്റ്റ് രജിസ്റ്റർ മൊഡ്യൂൾ ഉൾപ്പെടുത്തി നിലവിലുള്ള പ്ലാൻ സ്പേസ് 2 പ്ലാറ്റ്ഫോം വിപുലീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. നിലവിൽ 1900-ലധികം, ഏകദേശം 2000-ഓളം പ്ലാൻ പദ്ധതികളുടെ സാമ്പത്തികവും ഭൗതികവുമായ പുരോഗതി ഇതിപ്പോൾ ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൽ ജിയോ മാപ്പിംഗ് സംവിധാനമില്ല. പോർട്ടലിന്റെ സിംഗിൾ മാപ്പ് ലെയറിൽ പദ്ധതി നടപ്പാക്കുന്ന സ്ഥലം, കോർഡിനേറ്റുകൾ, നടപ്പിലാക്കുന്ന ഏജൻസികൾ, ഇത് ചെയ്യുന്നത്, അനുമതി നൽകുന്ന അധികാരികൾ, ഫണ്ടിന്റെ സോഴ്സസ്, നിർമ്മാണ ഘട്ടങ്ങൾ, ഇതെല്ലാം ഈ പ്രോജക്റ്റ് രജിസ്റ്ററിലൂടെ എല്ലാ പ്രോജക്റ്റുകളും ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. 3, ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ സമഗ്രമായ ഒരു രജിസ്ട്രി, ഒരു അസറ്റ് രജിസ്റ്റർ. 591 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് സർക്കാരിന്റെ കീഴിൽ. ഏകദേശം 19,000 കോടിയോളം രൂപയാണ് ഇതിന്റെ സാലറി ആയിട്ട് പോകുന്നത്. പലതും പല കാലത്ത് രൂപീകരിച്ച സ്ഥാപനങ്ങളാണ്. ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കഴിഞ്ഞിട്ടും പല രീതിയിൽ അത് തുടരുകയാണ്. പല സ്ഥാപനങ്ങളും പലരും ഡെപ്യൂട്ടേഷനിലൊക്കെ പോവാണ് പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും. അതെല്ലാം നമ്മളിന്ന് സമഗ്രമാക്കും. അത് ഒരേ സ്വഭാവമുള്ള ധാരാളം സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും, സമഗ്രമാക്കും, ഒരുമിച്ച് ഇന്റഗ്രേറ്റ് ചെയ്യും. അതിനുള്ള ഒരു വിപുലമായ ഒരു പദ്ധതിയാണ് ചെയ്യുന്നത്. പിന്നെ 4-മത്തെ കാര്യം, കാലഹരണപ്പെട്ടതും അനാവശ്യവും പരസ്പര വിരുദ്ധവുമായ നിയമങ്ങളുടെ സമഗ്രമായ അവലോകനവും അതിന്റെ ഭേദഗതിയും. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ധാരാളം നിയമങ്ങളുണ്ട്. പിന്നെ പല ആക്ടിൽ തന്നെ പരസ്പര വിരുദ്ധമായ പ്രൊവിഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഓരോ പ്രോജക്റ്റുകളും മറ്റതും ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിലാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഭേദഗതി, നിയമപരമായ ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രിപ്പറേഷൻ ഉണ്ടാകും. 5-മത്തെ, മികച്ച ജീവിത സൗകര്യത്തിനും ബിസിനസ് സുഗമമാക്കുന്നതിനുമുള്ള പ്രോസസ് പരിഷ്കാരങ്ങൾ. അതായത് ബിസിനസ്സുകൾ ആയിട്ട് വരുന്നവരൊക്കെ കേരള സർക്കാരുമായി നടത്തുന്ന ഇടപെടലുകളെ ലളിതമാക്കുന്നതിനായിട്ട് നിയമങ്ങൾ, ചട്ടങ്ങൾ എന്നിവ ആധുനികവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംസ്ഥാനതല പ്രോസസ് റീ എഞ്ചിനീയറിംഗ് പരിപാടിയാണ്. അതായത് ധനകാര്യം, നിയമം, നികുതി, വ്യവസായം, റവന്യൂ, തദ്ദേശ സ്വയംഭരണ തുടങ്ങിയ പ്രധാന വകുപ്പുകളിലെ പരമ്പരാഗതമായ രീതികൾ പലപ്പോഴും പല ഫയലുകളായി പോകുന്നതിനും അനാവശ്യമായ പേപ്പർ സമർപ്പണത്തിനും ഒന്നിലധികം പരിശോധനാ ഘട്ടങ്ങൾക്കും അനാവശ്യമായ ഓഫീസ് സന്ദർശനങ്ങൾക്കും ഇത് കാരണമാകുന്നു. അപ്പോൾ നിർദ്ദിഷ്ട നമ്മൾ പറഞ്ഞ ഡിജിറ്റൽ തത്വങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഈ സേവന നടപടികളെ ലളിതമാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളിത് നടപ്പാക്കി കഴിയുമ്പോൾ വലിയ മാറ്റമായിരിക്കും പദ്ധതികളുടെ കാര്യങ്ങളിൽ. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവർ സർക്കാരുകളും ഓഫീസുകളുമായിട്ടുള്ള ബന്ധത്തിന്റെ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കുന്നതിനും ലഘൂകരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഇത്. അതുപോലെ പൊതുഭരണ വകുപ്പിന്റെ ഈ മുൻഗണനാ പദ്ധതി നിർവഹണത്തിനും വകുപ്പുകൾ, പ്രയോറിറ്റി പ്രോജക്റ്റുകളുടെ എക്സിക്യൂഷന് വേണ്ടിയിട്ട് വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിനായി സെക്രട്ടറിമാരുടെ ഒരു എംപവേർഡ് കമ്മിറ്റി രൂപീകരിക്കും.